ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ മലയാളം ബിഗ് ബോസ് മാത്രം മറ്റു ഭാഷകളിലെ ബിഗ് ബോസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിലവാരം കുറഞ്ഞു പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള വ്യൂ പോയിന്റ്സ് ആണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യട്ടോ. ആൻഡ് ഓൾസോ നിങ്ങളുടെ വ്യൂ പോയിന്റ്സ് നിങ്ങൾക്ക് ഇവിടെ രേഖപ്പെടുത്താം. അപ്പോൾ മെയിനായിട്ടും നമ്മുടെ മലയാളം ബിഗ് ബോസിന്റെ നിലവാരം കുറഞ്ഞു പോകുന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഗ്രാൻഡ് ഫിനാലിൽ ഓരോ സീസണിലും വരുന്ന വിന്നേഴ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3-4 സീസൺ കൂടുമ്പോഴത്തേക്കിനായിരിക്കും ഒരു ഡിസർവിംഗ് വിന്നർ നമ്മുടെ മലയാളം ബിഗ് ബോസിൽ ഉണ്ടാവുക. അതിൽ ഏറ്റവും നല്ല രീതിയിൽ ഡിസർവിംഗ് ആയിട്ട് ഇതുവരെയും എനിക്ക് തോന്നിയിട്ടുള്ളത് 2 വിന്നേഴ്സാണ്. ഒന്ന് സീസൺ 1 സാബുമോനും, രണ്ടാമത്തേത് സീസൺ 5 അഖിൽ മാരാരും. ഇപ്പൊ എന്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇവരാരും അല്ലായിരുന്നു ആ സീസണിൽ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത്. പക്ഷേ സ്റ്റിൽ ഇവർ ജയിക്കുമ്പോൾ നമുക്ക് മനസ്സുകൊണ്ട് ഓക്കെ ഇവരൊരു ഗെയിമർ ആയിരുന്നു, അതുകൊണ്ട് ഇവരത് കിട്ടാൻ ഡിസർവിംഗ് ആണ് എന്ന് തോന്നുമല്ലോ. ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അതല്ലാതെ ഒരു സീസണിലും ഈ പറയുന്ന ഒരു സോ കോൾഡ് ഫീലിംഗ് എനിക്ക് ഉണ്ടായിട്ടില്ല. ബാക്കിയുള്ള സീസൺസ് എടുത്തു കഴിഞ്ഞാൽ സീസൺ 2 ഒരു വിന്നർ ഇല്ലായിരുന്നു, ബിക്കോസ് ഗ്രാൻഡ് ഫിനാലെ ഇല്ലായിരുന്നല്ലോ. പക്ഷേ എങ്കിൽ കൂടിയും നമുക്ക് എല്ലാവർക്കും അറിയാം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർ രജിത് കുമാർ ജയിച്ചേനെ. ബാക്കി സീസൺ 3 വിന്നറായാലും 4 വിന്നറായാലും 6 വിന്നറായാലും അത്രയ്ക്കും അങ്ങ് സൂപ്പർ ആയിരുന്നു എന്നൊന്നും പറയാനില്ല. പക്ഷേ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർ ജയിച്ചു എന്ന് മാത്രമേ പറയാനുള്ളൂ. എനിക്ക് 6 കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജിൻഡോ ആയിരുന്നു ആദ്യം തൊട്ട് അവസാനം വരെയും ഒരേ ഒരു വേവ് ലെങ്ത്തിൽ കളിച്ചുകൊണ്ടിരുന്ന വ്യക്തി. ബാക്കി എല്ലാവരും കളി മറന്ന് വേറെ ദിശയിലോട്ട് സഞ്ചരിച്ചപ്പോഴേക്കാണ് ജിൻഡോ അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ജിൻഡോ മണ്ടനായിരുന്നു, PR ഉണ്ടായിരുന്നു എന്നൊക്കെ ഇപ്പോൾ പറയുന്ന ആൾക്കാരൊക്കെ കഴിഞ്ഞ വർഷം ജിൻഡോനെ സപ്പോർട്ട് ചെയ്ത കൂട്ടത്തിൽ തന്നെയായിരുന്നു. അവിടെ ഗെയിമായിട്ട് വലുതായിട്ടൊന്നും കളിച്ചിട്ടില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കോണ്ടന്റ് കൊടുത്തോണ്ടിരുന്ന ജിൻഡോ ആയിരുന്നു. സോ ജിൻഡോ ജയിച്ചു, അത്ര മാത്രമേ പറയാനുള്ളൂ. ബാക്കിയുള്ള സീസൺ 3 ആയാലും 4 ആയാലും 6 ആയാലും 7 ആയാലും നല്ലൊരു വിന്നർ ആയിരുന്നു എന്നുള്ളതിന് എനിക്കൊരു അഭിപ്രായമില്ല. ഇതിൽ 7 ഒഴിച്ച് ബാക്കി എല്ലാ സീസണിലെയും വിന്നേഴ്സ് ഇവരൊക്കെ ആയി പോകാൻ കാര്യം ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ തന്നെയാണെന്ന് ഞാൻ പറയും. അത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. നമ്മുടെ മലയാളികൾ ഈ ഷോയിനെ കാണുന്നത് ഒരു ഇമോഷണൽ രീതിയിലാണ്. അതിലെ കണ്ടസ്റ്റൻസുമായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് മെന്റലി ഒരു അറ്റാച്ച്മെന്റ് വരും. ഗെയിമർ എന്നൊരു രീതിയിലൊരു ഇഷ്ടം വരും. പക്ഷെ അതല്ലാതെ കൂടുതലായിട്ടും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആയിരിക്കും ആൾക്കാർക്ക് ഉണ്ടാവുക. അപ്പോൾ അത് വെച്ചിട്ട് നല്ലതുപോലെ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ ഗെയിം കളിച്ചിട്ടുണ്ട്. സെക്കൻഡ് സീസണിൽ രജിത് സാറിനെ ഒരു മുളകിന്റെ കാര്യം പറഞ്ഞിട്ട് പുറത്താക്കി. ഇന്നും പുള്ളിക്കാരൻ ആ വഴി കേൾക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയാമല്ലോ, ആ ഒരു സീസണിൽ നല്ല രീതിയിൽ ഗെയിം കളിച്ചത്, ഇത്രയും നല്ല രീതിയിൽ കോണ്ടന്റ് കൊടുത്തത്, ഈ ഒരു ഷോ ഇത്രയധികം ആൾക്കാരിലേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും രജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഗെയിം തന്നെയായിരുന്നു. ഈ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി, തനിയെ പോയി ക്യാമറ നോക്കി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ കൊണ്ടുവന്ന ഗെയിം തന്നെയാണ്. ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതിനകത്ത് പുള്ളിക്കാരൻ കളിച്ചുകൊണ്ടിരുന്നത് ഗെയിം തന്നെയായിരുന്നു, അല്ലാതെ പുള്ളിക്കാരൻ്റെ ഒറിജിനൽ ക്യാരക്ടറാണെന്നൊന്നും ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. പക്ഷേ സ്റ്റിൽ രജിത് സാർ തന്നെയായിരുന്നു അതിനകത്ത് കളിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും സ്വന്തം ഗെയിം പറഞ്ഞ് പുള്ളിക്കാരൻ്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കഴിവുകേടെന്ന് ഞാൻ പറയത്തുള്ളൂ. അവരെന്തുകൊണ്ട് അവരുടെ ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്തില്ല? പുള്ളിക്കാരൻ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് സ്വന്തമായി ശരിയാണെന്ന് തെളിയിക്കാനുള്ള ഒരു ഗെയിം സെക്കൻഡ് സീസണിൽ വേറെ കണ്ടസ്റ്റൻസ് ആരും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ തന്നെ പ്രേക്ഷകരുടെ എല്ലാവരുടെയും ചിന്താഗതി മാറ്റിമറിച്ച് ഇമോഷൻസിനൊന്നും ഒരു വാല്യൂവും കൊടുക്കാതെ രജിത് സാറിനെ അങ്ങ് പുറത്താക്കി. അവിടെ തൊട്ടാണ് പിന്നെ സ്റ്റാർട്ടിങ്. തേർഡ് സീസണിലും ഇതേപോലെ മണിക്കൂട്ടൻ നല്ല രീതിയിൽ തന്നെ കളിച്ചു വന്നു. ടാസ്കുകളും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ നല്ല രീതിയിൽ ചെയ്തു. പക്ഷേ ആസ് എ ഗെയിമർ പുള്ളി ഒരു ഭയങ്കര ഗെയിമർ ആയിരുന്നു എന്നൊന്നും ഒരിക്കലും എനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് മണിക്കൂട്ടനെ പണ്ട് തൊട്ടേ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ബിഗ് ബോസ് ഷോയിൽ വരുമ്പോൾ അവിടെ നമുക്ക് പുറത്തായാലും ഇഷ്ടമായിരുന്നോ അല്ലായിരുന്നോ എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ വിഷയം. നമുക്ക് ഗെയിമർ എന്ന നിലയിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മണിക്കൂട്ടൻ അത്രയും ഭയങ്കര ഒരു ഗെയിമറായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പൊളി ഫിറോസ് ഖാൻ വന്ന സമയത്ത്. പുള്ളി ഫയർ ആയിരുന്നു. എന്ത് കാര്യത്തിനായിരുന്നു പുള്ളിനെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നത്? പുറത്തെ കാര്യങ്ങൾ സംസാരിച്ചു എന്ന പേരിലാണോ? അങ്ങനെ പുറത്താക്കാനായിരുന്നെങ്കിൽ അതിനുശേഷം ഉണ്ടായിരുന്ന സീസണിൽ ഒരുപാട് ആൾക്കാരെ പുറത്താക്കേണ്ടിയിരുന്നു. അതൊന്നും ചെയ്യാണ്ട് ഫിറോസ് ഖാനെ ഈ ഒരു ചെറിയ മുട്ടാപ്പൊക്ക് ന്യായം പറഞ്ഞ് പുറത്താക്കി. അവിടെയും നല്ലൊരു ഗെയിമറിനെ ഇല്ലാതാക്കി ഈ ഒരു ഗെയിമിന്റെ രീതി തന്നെ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ മാറ്റിമറിച്ചു. ഇനി 4th സീസൺ എടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ റോബിൻ ഇത്രയും അധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ തീർച്ചയായിട്ടും ബ്ലസ്ലി ആയിരുന്നു. പക്ഷേ ഉള്ള കാര്യം പറയണമല്ലോ, ഡോക്ടർ റോബിനെ ഇഷ്ടപ്പെട്ട പ്രേക്ഷകരായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു ഡോക്ടർ റോബിനെ ഒന്ന് ഉന്തി തള്ളി എന്നുള്ള പേരിൽ പുറത്താക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയും പ്രേക്ഷകരുടെ ഇമോഷൻസ് കുറച്ചൊക്കെ മാനിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അകത്ത് നിർത്താമായിരുന്നു. പക്ഷേ അവരത് ചെയ്തില്ല. ഡോക്ടർ റോബിനെ പുറത്താക്കി. അത് കാരണം എന്ത് സംഭവിച്ചു? ആ വാശിയിൽ ആൾക്കാർ ഇതെല്ലാം കൂടെ ഇമോഷണലി എടുത്ത് റോബിന്റെ വോട്ടെല്ലാം കൂടെ റോബിന് ഏറ്റവും പ്രിയപ്പെട്ട ദിൽഷയ്ക്ക് കൊടുത്ത് ദിൽഷയെ ജയിപ്പിച്ച് റോബിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു. ഇത് ആ ഒരു ഷോയ്ക്ക് അഗൻസ്റ്റുള്ള തിരിച്ചടിയുമായിട്ട് പ്രേക്ഷകർ പലരും കരുതി. അപ്പോൾ ബ്ലസ്ലി എന്ന് പറയുന്ന മികച്ചൊരു ഗെയിമറിന്റെ മുമ്പിൽ ദിൽഷ ജയിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം ദിൽഷയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ ചീത്തപ്പേരും കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. വിന്നർ ആയതുകൊണ്ട് ഒരു ഉപയോഗം ഉണ്ടായില്ല. ഇനി 6th സീസണിലേക്ക് വരാം. സത്യം പറഞ്ഞാൽ 6th സീസൺ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് എൻ്റെ കാര്യം ജാസ്മിൻ ജാഫറിന്റെ പേരാണ്. പുള്ളിക്കാരത്തിയുടെ ലൈഫിൽ ഇനി ഒന്നും തന്നെ പുറത്തറിയാനില്ല. ആ രീതിയിൽ ഉള്ള കാര്യങ്ങളാണ് കുത്തിപ്പൊക്കി പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ വന്നുകൊണ്ടിരുന്ന ഒരു സീസണിൽ പുള്ളിക്കാരത്തി ഏത് അർത്ഥത്തിലാണ് 3rd പ്ലേസിലേക്ക് പിന്തള്ളപ്പെട്ടത്? എനിക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല സീസൺ 6 ടോപ്പ് 2 ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് ഇല്ലായിരുന്നു എന്നുള്ളത്. ജാസ്മിൻ പുറത്താർക്കോ വാക്ക് കൊടുത്തു, അകത്ത് വന്ന് ഗബ്രിയായിട്ട് ഇഷ്ടപ്പെട്ടു, ഇതൊക്കെ എങ്ങനെയാണ് ഗെയിമായിട്ട് ബന്ധപ്പെടുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവരുടെ പേഴ്സണൽ ലൈഫിൽ എന്തോ ആവട്ടെ, പക്ഷെ അത് ഗെയിമിൽ എങ്ങനെയാണ് ബാധിക്കപ്പെടുന്നത്? ഇത് വെച്ചിട്ട് പുറത്തെ ആൾക്കാർ അങ്ങനെ ഇങ്ങനെ അവൾക്ക് ഹൈജീനില്ല ചെരിപ്പിടാൻ നടന്നു. ഈ സീസണിൽ ഇതൊന്നും ഇല്ലായിരുന്നു. ഈ സീസണിൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഹൈജീനൊക്കെ എവിടെ പോയി? എത്ര ആൾക്കാരാണ് അവിടെ ചെരിപ്പിടാൻ നടന്നിട്ടുണ്ടായിരുന്നത്? അപ്പോൾ ഈ ഹൈജീനും കാര്യങ്ങളൊന്നും ആരും പറയുന്നത് കേട്ടില്ലല്ലോ. കഴിഞ്ഞ വർഷമായിരുന്നു ഈ ഹൈജീനൊക്കെ ഇത്രയും വലിയ കാര്യത്തിൽ പൊങ്ങി വന്നുകൊണ്ടിരുന്നത്. ശരിയാണ്, തീർച്ചയായിട്ടും ആ ചായയിൽ തുമ്മിയിട്ട കാര്യമൊക്കെ കറക്റ്റാണ്, അത് ഹൈജീൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് അതൊന്നുമല്ല. ചെരുപ്പിടാതെ നടക്കാൻ പാടില്ല, ചെരുപ്പിടാതെ സോഫയിൽ ഇരിക്കാൻ പാടില്ല, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വർഷം പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സോ കോൾഡ് ടോക്സിക് PR എന്ന് പറയുന്ന സംഭവം. അതായത് ഒരാളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് ഓപ്പോസിറ്റ് നിന്ന് കളിക്കുന്ന ആൾക്കാരെ ഡീഫെയിം ചെയ്യുക. അതിൽ കഴിഞ്ഞ വർഷം ഏറ്റവും വലിയൊരു എതിരാളി ജിൻഡോയ്ക്ക് ഉണ്ടായിരുന്നത് ജാസ്മിൻ ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ജാസ്മിനെ ഡീഫെയിം ചെയ്യാനാണ് ജിൻഡോയുടെ ടോക്സിക് PR ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ട് ആ പെൺകുട്ടിയുടെ പൂർവ്വകാല ലൈഫും പ്രസന്റും എല്ലാം എടുത്ത് വലിച്ചു കീറി നാശകൊടാലിയാക്കി എന്ന് വേണം പറയാൻ. ഇത്രയധികം ഡാമേജ് ആ കുട്ടിയെ ഉണ്ടായിട്ട് ഒരു ടോപ്പ്
ടോപ്പ് 2 പൊസിഷൻ പോലും അത് ഡിസർവ് ചെയ്തില്ലേ എന്ന് ആലോചിക്കുമ്പോഴത്തേക്കാണ് എനിക്ക് സത്യം പറഞ്ഞ സഹതാപം തോന്നുന്നത്. ഈ ഷോയുടെ നിലവാരം തന്നെ കുറഞ്ഞു പോകുന്നതിന്റെ മെയിൻ കാര്യം ഇതൊക്കെയാണ്. മലയാളികൾ ഈ ഷോയെ ഇമോഷണലിയാണ് എടുക്കുന്നതെന്ന് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിനെ എന്തെങ്കിലുമൊക്കെ മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞ് ഷോയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൽ അടിച്ചു പറക്കി ഒരാളെ അങ്ങ് വിന്നറാക്കും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇയാൾ ഡിസർവിംഗ് ആയിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് കിടന്ന് ബഹളം വയ്ക്കും. സീസൺ 5 കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഒരു ബഹളം ഉണ്ടായിരുന്നില്ല. സീസൺ 1 കഴിഞ്ഞപ്പോഴും ഇതുപോലത്തെ ഒരു ബഹളം ഉണ്ടായില്ല. സീസൺ 3ലും ഈ ബഹളമൊന്നും ഉണ്ടായില്ല കേട്ടോ. കാരണം ഫിറോസ് ഖാൻ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നത് മണിക്കുട്ടനായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് ആസ് എ ഗെയിമർ എന്ന നിലയിൽ തീർച്ചയായിട്ടും ഫിറോസ് ഖാൻ തന്നെയായിരുന്നു എന്തുകൊണ്ട് മണിക്കുട്ടനെക്കാളും ഉയർത്തിൽ. ഫിറോസ് ഖാന്റെ കൂടെ നിന്ന് മണിക്കുട്ടൻ ഇത് ജയിക്കുകയായിരുന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിച്ചു കൊടുക്കാമായിരുന്നു. പക്ഷേ അതല്ലാതെ നിന്ന് കളിക്കാൻ തയ്യാറായ ഫിറോസ് ഖാനെ ഒരു ചെറിയ കാര്യമെന്ന് പുറത്താക്കി പുറത്തുപോയ മണിക്കുട്ടനെ തിരിച്ചു കൊണ്ടുവന്ന് കപ്പ് കൊടുത്ത് വിട്ടതിലാണ് എനിക്ക് എതിരഭിപ്രായമുള്ളത്. ഇനി കഴിഞ്ഞ സീസൺ തന്നെ എടുക്കാം. സിബിൻ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ പുള്ളി വന്നതിന് ശേഷം 2 ആഴ്ച കൊണ്ട് തന്നെ കളിയുടെ ഗതിയെല്ലാം മാറി. പക്ഷേ എന്നാലും ആ പുള്ളിക്കാരനെയും ഇമോഷണലി അങ്ങ് ഡാമേജ് ചെയ്ത് പുറത്താവുക ചെയ്തത്. സത്യം പറഞ്ഞാൽ സിബിന്റെ കഴിവ് കേടെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം പുള്ളിക്കാരൻ ഇങ്ങനെ വന്ന് ലാലേട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവേണ്ട കാര്യമില്ല. പുറത്തെ തന്റെ വാല്യൂ പോയി എന്ന് പറഞ്ഞു. പിന്നെ പുറത്തിറങ്ങിയിട്ട് കുറേ ചീപ്പ് കളികൾ അതൊന്നും ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ഈ സംസാരിക്കുന്ന മുഴുവൻ ഗെയിമിനകത്തുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഗെയിമിനകത്ത് അവർ എന്തൊക്കെ ചെയ്തു, എന്താണ് അതിനകത്ത് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആസ് എ ഗെയിമർ നിങ്ങൾ ആരും ഇതൊന്നും പേഴ്സണലി എടുക്കരുത്. സിബിനെ ലാലേട്ടൻ അത്രയും പറഞ്ഞത് ജാസ്മിനോട് കാണിച്ചൊരു ചേഷ്ടയുടെ പേരിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ പുറത്തിറങ്ങിയപ്പോൾ അത് ജാസ്മിന്റെ പേരിൽ താൻ പുറത്തിറങ്ങി എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്തിൽ എങ്ങനെയും ജാസ്മിൻ ജയിക്കരുത് എന്നുള്ളൊരു അർത്ഥം വെച്ചുകൊണ്ട് ബിഗ് ബോസിനെതിരെ കേസ് എടുക്കുന്നു. അതിൽ ജാസ്മിനെ പിടിച്ചിടുന്നു. അങ്ങനെ ഇങ്ങനെ ജാസ്മിൻ ജയിച്ചില്ല എന്ന് അറിഞ്ഞതിന് ശേഷം ആ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പുള്ളിക്കാരൻ അനക്കൊന്നും തന്നെ കാണുന്നില്ല. പിന്നെ അതിനുശേഷം പോയി ജാസ്മിനോട് കൂട്ടുകൂടാൻ പോകുന്നു. അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. അതൊക്കെ പുറത്തെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറയുന്നത് വെറുതെ ആ പുറത്ത് കിടന്നിട്ട് ഇങ്ങനെ ചെളിവാരി ഇടുന്ന സമയം കൊണ്ട് അകത്ത് തന്നെ പിടിച്ചു നിൽക്കാൻ സിബിൻ ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷം സുഖമായി സിബിന് ജയിക്കാമായിരുന്നു. കാരണം വന്ന് 2 ആഴ്ച കൊണ്ടാണ് ജിൻഡോയ്ക്ക് ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ സപ്പോർട്ട് സിബിൻ നേടിയെടുത്തത്. അതുകൊണ്ട് തന്നെ സിബിൻ പുറത്തിറങ്ങിയപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര വിഷമവും അരിശമൊക്കെ ഉണ്ടായിരുന്നു. പുറത്തിറങ്ങി അതൊക്കെ സിബിൻ തന്നെ കൊണ്ട് കളഞ്ഞു, അത് വേറെ കാര്യം. പക്ഷേ സ്റ്റിൽ അകത്ത് നിന്ന സമയത്ത് സിബിൻ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. കഴിഞ്ഞ സീസണിന്റെ ഗതി തന്നെ മാറ്റിയൊരു വൈൽഡ് കാർഡായിരുന്നു. ഇതുപോലെ തന്നെ നല്ലൊരു വൈൽഡ് കാർഡായിരുന്നു സീസൺ 4 റിയാസും സീസൺ 3 ഫിറോസ് ഖാനും. ഇതുകൊണ്ടൊക്കെയാണ് പിന്നീടുള്ള സീസണുകളിൽ ഇവരൊക്കെ ചലഞ്ചേഴ്സ് ആയിട്ട് കൊണ്ടുവരുന്നത്. നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും ഇവിടെ ഏറ്റവും കൂടുതൽ ചലഞ്ചേഴ്സ് ആയിട്ട് മലയാളം ബിഗ് ബോസിൽ കൊണ്ടുവന്നിട്ടുള്ളത് വിന്നർ ആയിട്ടുള്ള ആൾക്കാരെയാണോ അതോ നല്ല ഗെയിമേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെയാണോ? അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നല്ലതുപോലെ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ആരൊക്കെയാണ്. ഇനി ഈ സീസണിലെ വിന്നറുടെ കാര്യത്തിലേക്ക് വരാം. ഇത്രയും സീസണുകൾ കഴിഞ്ഞാൽ ഇത്രയധികം ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വിന്നറായിരുന്നു ഈ സീസണിൽ ഉണ്ടായിരുന്നത്. അതിന് മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി കൊടുത്ത കോണ്ടന്റുകൾ തന്നെയാണ്. ഇത്തരത്തിലുള്ള വളരെ വളരെ മ്ലേച്ഛമായ കണ്ടന്റുകൾ കൊടുത്തൊരു വിന്നർ ഇന്ന് വരെ നമ്മുടെ ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ സീസണിൽ ഒരിക്കലും ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരെ കുറ്റം പറയാനേ എനിക്ക് പറ്റത്തില്ല. കാരണം അവർ മാക്സിമം നല്ല രീതിയിൽ കളിക്കാൻ നോക്കുന്ന ആൾക്കാരെ പ്രൊമോട്ട് ചെയ്തോടെ നിർത്താനേ ശ്രമിച്ചിട്ടുള്ളൂ. ഇപ്പം നെവിൻ പുറത്തു പോയെങ്കിലും പുള്ളിക്കാരൻ അകത്ത് കൊണ്ടുവന്നു. ഷാനവാസുമായിട്ടൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നെവിനെ പിടിച്ച് പുറത്താക്കാൻ നിന്നില്ല. അങ്ങനെ കുറച്ച് മാതൃകാപരമായ കാര്യങ്ങൾ അവരോട് ചെയ്തു. ഞുണുക്ക് കാര്യങ്ങൾ പറഞ്ഞ് അവരെ പുറത്താക്കാനും ശ്രമിച്ചില്ല. അനുമോൾ ഇത്രയും വലിയ ടോക്സിക് PR കൊണ്ട് അവിടേക്ക് വന്നു എന്നുള്ളത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എക്സ്പോസ് ചെയ്ത് ഇട്ട് കൊടുത്തു. റീ എൻട്രീസ് കയറിയ സമയത്ത് അവർക്കൊക്കെ പറയാനുള്ള ഒരു അവസരം ബിഗ് ബോസ് കൊടുത്തു. അതിനുവേണ്ടി ഇതുവരെ നിർത്താത്ത അത്രയും ദിവസങ്ങൾ അവരോട് എക്സ്ട്രാ ആയിട്ട് നിർത്തി. അതിന്റെ പേരിലാണ് അനുമോൾ ജയിച്ചത്. അനീഷിന് കൊടുക്കാൻ നിന്നിരുന്ന വോട്ട് ഞങ്ങൾ അനുമോളേക്ക് മാറ്റി കൊടുത്തു, അതുകൊണ്ട് അനുമോൾ ജയിച്ചു എന്നൊക്കെ പറയുന്നത് വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ പറയുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. കാരണം ഒട്ടും തന്നെ ഒരു ജെനുവിൻ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതെങ്ങനെയാണ് അനീഷ് ജയിക്കണമെന്ന് ആഗ്രഹമുള്ളവർ അനീഷിനല്ലേ വോട്ട് ചെയ്യും? അനീഷിന്റെയും അനുമോളുടെയും കളി എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ്. രണ്ടുപേരും 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരാണ്. എങ്ങനെയാണ് അനീഷിന് കൊടുക്കാൻ നിന്നിരുന്ന വോട്ട് അനുമോൾക്ക് കൊടുക്കാൻ സാധിക്കും ഒരു വ്യക്തിക്ക് ഈ ഒറ്റപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടോ? അതാണോ അതിന്റെ ക്രൈറ്റീരിയ? അങ്ങനെയാണെങ്കിൽ ഇത്രയും വിവരമില്ലാത്ത ആൾക്കാർ വേറെ ഇല്ലെന്നല്ലേ പറയാൻ പറ്റൂ. എനിക്ക് ഒരിക്കലും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അനുവിനെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുക? സോ അതൊക്കെ വെറുതെ ഈ പറയുന്ന പുള്ളിക്കാരത്തിന്റെ PR തന്നെ പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അനീഷിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അനീഷിനെ ജയിപ്പിക്കാനല്ലേ നോക്കത്തുള്ളൂ. സോ ആ പുള്ളിക്കാരനുള്ള വോട്ട് പുള്ളിക്കാരനല്ലേ കൊടുക്കത്തുള്ളൂ. ഇപ്പം സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ 2-3 പേര് സപ്പോർട്ട് ചെയ്യുക. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അറിയണോ അവർക്കായിരിക്കും നമ്മൾ സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നെവിനെയും അക്ബറിനെയും അനീഷിനെയും താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഒക്കെ അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം നെവിനായിരുന്നു. സോ ഗ്രാൻഡ് ഫിനാലെ വീക്കിൽ ഞാൻ വോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നെവിനായിരുന്നു. എനിക്ക് തന്നെ അറിയാം പുള്ളിക്കാരൻ ജയിക്കാൻ പോകുന്നില്ല. പക്ഷേ ഒരു പൊസിഷനെങ്കിലും മേലോട്ട് കയറട്ടെ എന്ന് ഞാൻ എൻ്റെ വോട്ട് നെവിനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അല്ലാതെ എനിക്ക് 3 പേർ കൂടെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അങ്ങനെ ഇരിക്കെ ഏത് അർത്ഥത്തിലാണ് അനീഷിന് കൊടുക്കേണ്ട വോട്ട് ഒരാൾ അനുമോൾക്ക് കൊടുത്തു എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അവർ രണ്ടുപേരും ടോപ്പ് 2 വരും ഏകദേശം എല്ലാവർക്കും ഉറപ്പായ കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ തനിക്ക് ഇഷ്ടപ്പെട്ട ആളാണ് ജയിക്കേണ്ടതെങ്കിൽ അനീഷിനെ ഇഷ്ടപ്പെടുന്നവർ അനീഷിന് വോട്ട് കൊടുക്കും, അനുമോൾക്ക് ഇഷ്ടപ്പെട്ടവർ അനുമോൾക്ക് വോട്ട് കൊടുക്കും. അല്ലാതെ അനീഷിന്റെ വോട്ട് അനുമോളിലേക്ക് മറിഞ്ഞത് ഈ റീ എൻട്രീസിന്റെ കയറ്റം കൊണ്ട് മാത്രമാണെന്നൊക്കെ പറയുന്നത് വെറും വിഡ്ഢിത്തരമാണ്. ഇതൊക്കെ പകൽ പോലെ വിശ്വസിക്കുന്ന ആൾക്കാരെയാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. ഇത് തന്നെയാണ് നമ്മൾ അടുത്ത് പറയാൻ വന്നത്. അതായത് ഇത്തരത്തിലുള്ള ഈ സീസണിലെ വിന്നറെ പോലത്തെ കുറെ സദാചാരങ്ങൾ, അവർ പറയുന്ന പോലത്തെ കുറെ ചീപ്പ് അലിഗേഷൻസ്, ജെൻഡർ കാർഡ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ഓഡിയൻസ് ഉണ്ടെന്ന് ഈ പറയുന്ന ടോക്സിക് PR-കാർക്കും അറിയാം. അത്തരത്തിലുള്ള ഓഡിയൻസിനെയാണ് ഈ PR-കാരും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കുറെ ഈ കുട്ടി കരയുന്നതും വിഷമിക്കുന്നതും ഇങ്ങനത്തെ കുറെ അലിഗേഷൻസ് ഒക്കെ ഉന്നയിക്കുന്ന രീതിയിലുള്ള കുറെ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സാഡ് BGM ഒക്കെ കൊടുത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ഇതൊക്കെ കണ്ട് വിശ്വസിച്ച് ഈ കുട്ടിക്ക് വോട്ട് ചെയ്യുന്ന കുറെ ആൾക്കാർ. എനിക്ക് സത്യത്തിൽ മനസ്സിലാവുന്നില്ല ഇതിൻ്റെയൊക്കെ ബാക്കിലെ മൊറാലിറ്റി എന്താണെന്നുള്ളത്. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ബിഗ് ബോസിന്റെ നിലവാരം കുറഞ്ഞു പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ ഇത്തവണ ബിഗ് ബോസ് ഒരുപാട് ശ്രമിച്ചു നോക്കി ആൾക്കാർക്കൊന്ന് ബോധം വയ്ക്കാൻ, ബുദ്ധി വയ്ക്കാൻ വേണ്ടി. പക്ഷെ അതുപോലും മനസ്സിലാക്കാത്ത കുറെ ആൾക്കാർ ഉണ്ടായിപ്പോയി. എന്ത് ചെയ്യാനാണ്? അവരൊക്കെ ഈ പറയുന്ന ടോക്സിക് PR-ന്റെ ഇൻഫ്ലുവൻസിൽ കുറെ വീണു, ഈ കുട്ടിയുടെ കുറെ കരച്ചിൽ വീണു, അല്ലെങ്കിൽ ഈ കുട്ടി പറയുന്ന കുറെ സദാചാരങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരായിപ്പോയി. നമുക്ക് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല.
അപ്പോൾ ഈ കുട്ടി റെപ്രസെന്റ് ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ ഒരു കുഴപ്പവും ചെയ്യാതിരിക്കുന്ന ആണുങ്ങളെ പോലും മോശം പറയുന്ന, അവർക്കെതിരെ മോശം രീതിയിൽ കംപ്ലൈന്റ് കൊടുക്കുന്ന സ്ത്രീകളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പോലത്തെ ഒരു സോഷ്യൽ റിഫ്ലക്ഷൻ ആയി പോയില്ലേ. സത്യം പറഞ്ഞാൽ ഈ സീസണിൽ വിന്നറിനെക്കാളും അവാർഡ് കൊടുക്കേണ്ടത് അതിന്റെ കൂടെ നിന്നിട്ടുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനാണെന്ന് ഞാൻ പറയും. ഇത്തരത്തിലുള്ള ഒരു ടോക്സിക് വ്യക്തിയുടെ കൂടെ എങ്ങനെ നമുക്ക് ഇത്രയും ദിവസം ഹൗസിൽ പിടിച്ചു നിൽക്കാം എന്നുള്ളതിന്റെ സോഷ്യൽ റിഫ്ലക്ഷൻസ്. മാത്രമല്ല ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വിന്നറിന്റെ എമൗണ്ട് സാധാരണഗതിയിൽ 50 lakhs ആണ് കൊടുക്കുന്നത്. ആ 50 lakhs നിന്നും 42 lakhs ആക്കി ഇത്തവണ കുറച്ചിരുന്നു. സീസൺ 5 മാരാറുടെ കേസിലും നാദർ എടുത്തുകൊണ്ട് പോയതിന്റെ ബാക്കി എമൗണ്ട് മാത്രമേ വിന്നർക്ക് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും മാരാറുടെ ആ ഒരു ഗെയിമിന്റെ ക്വാളിറ്റി കൊണ്ട് തന്നെയായിരിക്കണം 50 ലക്ഷവും തികച്ചു കൊടുക്കുകയാണെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സീസണിൽ അങ്ങനെ എന്തെങ്കിലും അനൗൺസ് ചെയ്തോ? ഇല്ലല്ലോ. വേണമെങ്കിൽ അവർക്ക് കൊടുക്കാമായിരുന്നു, പക്ഷേ അങ്ങനെയൊന്നും അനൗൺസ് ചെയ്യാതെ ഉള്ള എമൗണ്ട് തന്നെ കൊടുത്താൽ മതി എന്നാണ് അവരും തീരുമാനിച്ചത്. അതുപോലെ തന്നെ ഒരു വിന്നറുടെ കൈ പൊക്കിയിട്ട് പേര് പറയാതെ ലാലേട്ടൻ നിൽക്കുന്ന ആദ്യത്തെ സീസണായിരുന്നു ഇത്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം പുള്ളിക്കാരൻ്റെ മുഖത്ത് ഈ ഒരു ഗ്രാൻഡ് ഫിനാലെ സ്റ്റേജിൽ മുഴുവൻ ഒരു സന്തോഷമില്ലായിരുന്നു. അതേസമയം സീസൺ 1 സാബുമോൻ വിന്നറാണെന്ന് അനൗൺസ് ചെയ്ത സമയത്തും സീസൺ 5 അഖിൽ മാരാർ വിന്നറാണെന്ന് അനൗൺസ് ചെയ്ത സമയത്തും എന്തിന് ജിൻഡോയുടെ മണിക്കുട്ടനെ കൈപ്പൊക്കിയ സമയത്ത് പോലും ലാലേട്ടൻ ഇതിലും ഹാപ്പി ആയിരുന്നു. പുള്ളിക്കാരൻ്റെ മുഖം നോക്കി തന്നെ അറിയാൻ പറ്റും മനസ്സോട് കൂടി തന്നെയാണോ ആ ഒരു വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതെന്ന്. സോ ഈ കഴിഞ്ഞ എല്ലാ സീസൺസിനെ കാട്ടിയും വളരെയധികം ഡിഫറൻ്റ് ആയിട്ടൊരു സീസൺ ആയിരുന്നു ഇത്. ഇതുപോലത്തെ സീസൺ ഇനി ഒരിക്കലും വരരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇത് ഈ ഷോയുടെ നിലവാരത്തെ തന്നെ ഒരുപാടധികം ബാധിച്ചിട്ടുണ്ട്. ഇത്രയധികം ഈ സീസണിൽ നടക്കുന്ന ക്രമക്കേടുകൾ ഓപ്പൺ ആക്കി ബിഗ് ബോസ് കാണിച്ചിട്ടും എന്തുകൊണ്ടാണ് പലർക്കും കാര്യങ്ങളൊന്നും പിടികിട്ടാത്തത് എനിക്ക് ഇനിയും മനസ്സിലാവുന്നില്ല. ഇനി എനിക്ക് അതിശയം തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾ വെൽ ഡിസർവിംഗ് എന്ന് പറയുന്ന സീസൺ 1 സാബുമോനായാലും സീസൺ 5 അഖിൽ മാരാരായാലും ഈ സീസണിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അനുമോളെയാണ്. അപ്പോൾ അതെനിക്ക് അതിന്റെ ലോജിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. ഞാൻ ചിന്തിക്കുന്നത് അവരുടെ സീസണിൽ ഇതുപോലത്തെ ഒരു വ്യക്തി ഇരുന്ന് അവരെ ഇതേപോലത്തെ അലിഗേഷൻസും കാര്യങ്ങളും പറഞ്ഞ് നെഗറ്റീവ് ആക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അവരെന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ചിന്തിച്ച് നോക്കിയപ്പോൾ സാബുമോന്റെ സീസണിൽ പേളിമാണിയും അരിസ്റ്റു സുരേഷും തമ്മിൽ എന്തൊക്കെയോ റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ള രീതിയിൽ അവിടെ പറഞ്ഞുണ്ടാക്കിയത് സാബുമോനും രഞ്ജിനിയും കൂടെ തന്നെയായിരുന്നു. ഇനി മാരാറുടെ സീസൺ എടുത്തു കഴിഞ്ഞാലും ശോഭയെ കുറിച്ചൊരു മോശമായ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് സ്ത്രീകളെ മുഴുവൻ അപമാനിച്ചു എന്നുള്ള തരത്തിലൊരു കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും. അപ്പോൾ അവരൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരായതുകൊണ്ടാവും ഇതുപോലത്തെ ഒരു വ്യക്തിനെ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും അവരുടെ സീസണിൽ അവർ ഗെയിമേഴ്സ് തന്നെയായിരുന്നു. അതിന് നമുക്ക് ഇപ്പോഴും ഒരു സംശയമില്ല. അവരുടെ സീസണിൽ ഇവർ തന്നെ ആയിരുന്നു വിജയിക്കേണ്ടതും. വേറെ ആരെയും ഇത്രയും നല്ലൊരു വിന്നർ ക്വാളിറ്റിയുള്ള വ്യക്തിയായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുമില്ല. അപ്പോൾ അവരുടെയൊക്കെ ഗെയിമിലേക്ക് അവർ ഇങ്ങനെ ഒരു എലമെന്റ് കൊണ്ടുവന്നിരുന്നെങ്കിൽ പോലും ഇത് മാത്രമായിരുന്നില്ല അവരുടെ ഗെയിം. അത് മാറ്റി വെച്ചിട്ട് അവർക്ക് വേറെയും കുറെ ഗെയിംസ് ഉണ്ടായിരുന്നു. ആൾക്കാരെ എന്റർടൈൻ ചെയ്യാൻ പറ്റിയിരുന്നു, പ്രേക്ഷകരോട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇത്തവണത്തെ വിന്നറുടെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയായിരുന്നു പുള്ളിക്കാരുടെ ഗെയിം. ഇത് മാത്രം, വേറെ ഒന്നുമില്ല. ഇത് മാത്രമാണ് കോണ്ടന്റ്. അത് വെച്ചിട്ട് ഒരുവിധപ്പെട്ട എല്ലാ പ്രോമോയിലും പുള്ളിക്കാരുടെ സ്ഥാനം പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പുള്ളിക്കാരത്തി തന്നെയായിരിക്കും. പക്ഷേ അവസാനം വിക്ടിം കാർഡ് സ്വയം എടുത്താണ്. അങ്ങനെയാണ് ഈ ഒരു സീസണിൽ കുറേ ആൾക്കാരെ ഈ കുട്ടിക്ക് മണ്ടന്മാരാക്കാൻ സാധിച്ചെന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. പിന്നെ ഷോ ഫുള്ളായിട്ട് കാണാതെ ഈ കുട്ടിയുടെ ആരാധകരായിട്ട് ഈ കുട്ടിക്ക് വോട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെനിക്ക് എന്താ പറയുന്നത്, അവരുടെ സ്നേഹം കൊണ്ട് അവർ വോട്ട് ചെയ്യുന്നതായിരിക്കാം. പക്ഷേ ഈ ഒരു കളികളെല്ലാം കണ്ടതിന് ശേഷം ഈ കുട്ടീനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അല്ലാതെ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് പുറത്ത് പുള്ളിക്കാരത്തി വേറെ. ഞാൻ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഒരു ഗെയിമർ എന്ന നിലയിലാണ്. കുക്കിംഗ് അറിയത്തില്ല എന്ന് പറഞ്ഞു, അത് പുറത്തിറങ്ങിയപ്പോൾ പൊളിഞ്ഞില്ലേ? പുറത്തിറങ്ങിയിട്ട് ആൾക്കാർ ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് ശരിക്കും അറിയത്തില്ല, മുമ്പത്തെ ഇന്റർവ്യൂലൊക്കെ ഞാൻ തള്ളിയതാണെന്ന് പറയുന്നു. അതുപോലെ അക്ബർ പുറകെ വന്ന് നിന്നപ്പോഴത്തേക്കും അതിനെ മോശം പറഞ്ഞു. എന്നിട്ട് ഇപ്പോഴോ ഷിയാസുമായിട്ടും ഈ പറഞ്ഞ PR എന്ന് പറഞ്ഞ വ്യക്തിയായിട്ടൊക്കെ ഒരുപാട് അടുത്ത് നിന്ന് തന്നെ സംസാരിക്കുന്നു. അതുപോലെ PR എന്ന് പറഞ്ഞ ആളെ അറിയത്തില്ല എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ ഈ PR എന്ന് പറഞ്ഞ ആൾ ഈ കുട്ടിയുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട്. അപ്പോൾ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ആൾക്കാർ വിശ്വസിക്കുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. പിന്നെ PR-ന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരനാണ് ഇനിയുള്ള സീസൺസ് വാഴാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ അല്പമെങ്കിലും ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഇനി പോകുന്ന കണ്ടസ്റ്റൻസിനെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ് കാണിച്ചുകൊണ്ട് ഇതൊന്നും എടുത്തുകൊണ്ട് പോകാൻ നിൽക്കരുത്. പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇത്രയധികം എന്താ പറയുന്നത്, പുറത്ത് സൊസൈറ്റിയിൽ നാറാം എന്നുള്ള ഒറ്റ കാര്യമാണ് നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയധികം ഈ ഒരു PR എന്നൊരു സംഭവത്തെ എക്സ്പോസ് ചെയ്യാൻ ബിഗ് ബോസിന് കഴിഞ്ഞിട്ടും PR-ഓടൊന്ന് സ്വന്തമായിട്ട് പറയുകയാണ്, യെസ് ഞാനാണ് PR, എൻ്റെ അടുത്ത് നിങ്ങൾ വരൂ, നിങ്ങൾ ഇത്ര രൂപ തരൂ, നിങ്ങൾ നല്ലതുപോലെ ഗെയിം കളിച്ചാലും ഇല്ലല്ലോ, നിങ്ങൾ അവിടെ എന്ത് ചെയ്താലും ഞാനിവിടെ വെളുപ്പിച്ച് തരാം എന്നുള്ളൊരു രീതിയിൽ പുള്ളിക്കാരൻ തന്നെ ഒന്ന് ഓപ്പൺ അപ്പ് ആവുകയാണ്. എന്നിട്ട് പുള്ളി തന്നെ പറയുകയാണ്, ഈ സീസണിൽ വിന്നറായ വ്യക്തി ഞാനില്ലായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ 50 ദിവസം പോലും അവിടെ തേക്കത്തില്ലായിരുന്നു, കരഞ്ഞുകൊണ്ട് പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇതിലധികം നാണക്കേട് വേറെ എന്തെങ്കിലും ഉണ്ടോ ഈ വിന്നർക്ക്? അതാണ് ഇപ്പോൾ ഈ വിന്നറുടെ ചെലവിൽ നന്നായത് ആര് മാത്രമാണ്? ഈ PR എന്ന് പറഞ്ഞ വ്യക്തി മാത്രമാണ്. വിന്നർ എന്ന് പറയുന്നത് ഇത്രയും താഴെ പോയി. ഈ PR എന്ന് പറഞ്ഞ വ്യക്തി വിന്നറിനെ ചവിട്ടി കയറി മേളിലെത്തി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലത്തെ മണ്ടത്തരം കാണിക്കാൻ ഇനിയും ഉദ്ദേശിക്കുന്ന കണ്ടസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇയാൾക്കായിരിക്കും ഇനി അടുത്ത കൊല്ലം ഡിമാൻഡ്. ബോധമുള്ള പ്രേക്ഷകർ ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി വോട്ട് കൊടുത്താൽ കൊള്ളാം. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. പക്ഷേ ഈ ഒരു സീസണോട് കൂടി പ്രതീക്ഷകളൊക്കെ ഏതാണ്ട് നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ഇനി അറിയത്തില്ല, നമുക്ക് നോക്കാം ഇനിയെങ്കിലും നല്ലൊരു ബിഗ് ബോസ് ഷോ നമ്മുടെ മലയാളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്ന്. നമുക്ക് കാണേണ്ടത് നല്ല ഗെയിമാണ്, അല്ലാതെ കുത്സതവും അവിഹിതവും ഈ പറഞ്ഞ പോലത്തെ കംപ്ലീറ്റ് നെഗറ്റിവിറ്റി വാരി അറിയലും പുറത്തിരിക്കുന്ന ഫാമിലിനെ തെറി വിളിക്കലും ഡീഫെയിം ചെയ്യലും ഇതൊന്നും അല്ല. PR എന്ന് പറഞ്ഞൊരു സാധനത്തിന്റെ കറക്റ്റ് ഇൻഫ്ലുവൻസ് എന്തോന്ന് ഞാൻ പറഞ്ഞുതരാം. ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം വരുന്ന വീഡിയോസിൽ നെഗറ്റീവ് കമന്റ്സ് വരുമെന്നുണ്ടെങ്കിലും ഒരിക്കലും അതൊരു തെറിയും വ്യക്തി അധിക്ഷേപവും ബോഡി ഷെയ്മിങ്ങും ഒന്നും ആവത്തില്ല. കമന്റ്സ് ആൾക്കാർക്ക് പറയാനുള്ള പോസിറ്റീവും നെഗറ്റീവ്സും അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ അഭിപ്രായങ്ങൾ അവർ പറയും. പക്ഷേ ഈ പറഞ്ഞ ബുള്ളിയും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. അതേസമയം സീസൺ നടക്കുന്ന സമയത്ത് അത് ഉണ്ടായിരുന്നു, നല്ലതുപോലെ ഉണ്ടായിരുന്നു. കുറേ പേർക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കും, ഫേക്കാന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയും. പക്ഷേ പിന്നീട് കമന്റ് ഇടുന്ന ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്ന് കണ്ടപ്പോഴത്തേക്കും പല കമന്റ്സ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നും സത്യം പറഞ്ഞാൽ നമ്മളൊരു വിഷയമാക്കി എടുക്കാറില്ല. പക്ഷേ സ്റ്റിൽ ഞാൻ പറയുകയാണ്, അത് ഭയങ്കരമായിട്ട് അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതും ഈ പറഞ്ഞ അനുമോൾ എന്ന വ്യക്തിയുടെ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ പറയുന്ന സമയത്താണ് ഇത്രയധികം പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. വേറെ ഒരു കണ്ടസ്റ്റന്റിനെ കുറിച്ച് പറയുമ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളില്ല. അതിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് ഇനി PR ഉണ്ടെന്ന് പറഞ്ഞാലും ഇതുപോലത്തെ ടോക്സിക് PRകൾ അവർക്ക് ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇനി വരുന്ന സീസണുകളിലും കണ്ടസ്റ്റൻസ് PR-ഉമായിട്ട് വന്നോട്ടെ.
അവരവിടെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പുറത്ത് കട്ട് ചെയ്തവർ ഇട്ടോട്ടെ, ഒരു പ്രശ്നമില്ല. പക്ഷേ ഇതുപോലത്തെ ടോക്സിക് PR-ആയിട്ട് വന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിന്റെ ഇമോഷൻസ് കൂടെ കയ്യിലെടുത്ത് അവരെയും കൂടെ തെറ്റിദ്ധരിപ്പിച്ച് ഇതുപോലത്തെ ടോക്സിസിറ്റിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിട്ട് അവരെയും കൂടെ ഇവർ മാറ്റാതിരിക്കട്ടെ. അതുപോലെ അണിയറ പ്രവർത്തകരോട് നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റൻസിനൊന്നും പുറത്താക്കരുത്. ഇപ്പോൾ ഈ കഴിഞ്ഞ സീസണിൽ ഇതിന്റെ ആൾക്കാരൊക്കെ മാറി എല്ലാം സെറ്റാണ്. പ്രേക്ഷകരും ബുദ്ധിപൂർവ്വം വോട്ട് ചെയ്യുക. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യും. പക്ഷേ ഈ PR-കാർ ഇടുന്ന ഓരോ റീൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ ബ്രെയിനിനെയും മൈൻഡിനെയും ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പവർ എടുത്ത് അവർക്ക് കൊടുത്ത് കളയരുത്. നിങ്ങൾ സ്വയം ചിന്തിക്കണം, ഷോ കണ്ട് ചിന്തിച്ച് വോട്ട് ചെയ്യുക. അല്ലാതെ വല്ലവരുടെ ട്രാപ്പിൽ വീണ് നിങ്ങൾ വോട്ട് കൊടുക്കാതിരിക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമ്മുടെ നാട്ടിലെ ബിഗ് ബോസ് ഷോ എന്ന് പച്ച പിടിക്കത്തുള്ളൂ. പച്ച പിടിക്കുന്നില്ല ഇൻ ദ സെൻസ് നിലവാരത്തിലാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, അല്ലാതെ ബിസിനസ് രീതിയിൽ അവർ നല്ലപോലെ പച്ച പിടിച്ച് കഴിഞ്ഞു. കാരണം ഷോ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത് ആ ഷോയ്ക്ക് തന്നെയാണ് ഗുണകരം. നെഗറ്റീവായ ഒരു കാര്യമാണെങ്കിൽ ഇത്രയും ചർച്ച വരുന്നത്, പോസിറ്റീവായ കാര്യമാണെങ്കിൽ ഇങ്ങനെ ചർച്ചകൾ വരത്തില്ലല്ലോ. അത് തന്നെയാണ് ആ ഷോയുടെ വിജയം. ഇനിയിപ്പോൾ ഈ സീസണിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് അടുത്ത വർഷം നമുക്ക് നല്ലൊരു വിന്നറെ പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു. ഈ സീസണിൽ പ്രതീക്ഷിച്ച ആൾക്ക് കപ്പ് കിട്ടിയില്ല, അതുകൊണ്ട് ഇനിയുള്ള സീസൺ കാണത്തില്ല എന്ന് പറയുന്നവർ തന്നെ അടുത്ത സീസൺ വരുമ്പോൾ കാണാൻ തുടങ്ങും. അത് അങ്ങനെ തന്നെയാണ് നടക്കാൻ പോകുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും വർഷങ്ങളായി. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ നല്ലൊരു ബിഗ് ബോസ് സീസൺ മലയാളത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം സ്പിരിറ്റോടുകൂടി ഫൈറ്റ് ചെയ്യുന്ന നല്ല സൂപ്പർ പ്ലേയേഴ്സ് ഉള്ള അടിപൊളി ഒരു ഷോ, ആരെയും പേടിക്കാതെ ഗെയിം കളിക്കാൻ സാധിക്കുന്ന അടിപൊളി ഗെയിമേഴ്സ് വരുന്ന ഒരു സീസൺ ആവട്ടെ, ഇനി വരുന്ന സീസണെങ്കിലും. ഓക്കെ, അങ്ങനെ പ്രത്യേകിച്ചുണ്ട്. നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.